നമസ്കാരം. ഞാൻ കുറെ കഥകൾ വായിച്ചു കേൾപ്പിക്കാം. റോയ് ചാക്കോ ഇളമണ്ണൂർ രചിച്ച വിടവാങ്ങിയവരുടെ വിലാപം എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള കഥകളാണ് ഓരോ ലക്കത്തിലും അവതരിപ്പിക്കുന്നത്. 45 കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. എൻ്റെ ഭർത്താവാണ് റോയ് ചാക്കോ. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ കൃതിയാണ് വിടവാങ്ങിയവരുടെ വിലാപം. അവതാരികയിൽ പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറയുന്നു, ലളിതവും സുന്ദരവുമാണ് കഥാകാരൻ്റെ സമീപനം. മനുഷ്യബന്ധങ്ങളും ജീവിതത്തിൻ്റെ ഗതിവിഗതികളും സത്യസന്ധമായി ചിത്രീകരിക്കുന്നു. അതിൻ്റെ ചാരുത പ്രശംസനീയമാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പതിപ്പിൻ്റെ പ്രകാശനം 2015 കൊട്ടാരക്കര ഓർത്തഡോക്സ് കൺവെൻഷനിൽ അഭിവന്ദ്യ അന്തോണിയോസ് തിരുമേനി നിർവഹിച്ചു. അഭിവന്ദ്യ അപ്രേം തിരുമേനി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. 2ാം പതിപ്പ് 2019 പപ്പ പ്രകാശനം ചെയ്തു, അമ്മയ്ക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട്. കഥയുടെ പേര് മാളത്തിനുള്ളിലെ എലിക്കുഞ്ഞ്. ജയനണ്ണനും ലതച്ചേച്ചിയും നല്ല മനുഷ്യർ. അണ്ണൻ അയലത്തുകാർക്ക് സഹായി, നിഷ്കളങ്കനായ മനുഷ്യൻ. ആരോടും വഴക്കിന് പോകില്ല, ആരെയും വഴക്ക് പറയില്ല. എന്തിനേറെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലും അയലത്തുകാർ കേട്ടിട്ടില്ല. എന്നും സന്ധ്യാനാമ ജപം അവരുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും ഉയരും. ലതച്ചേച്ചിയും ഏക മകളുമാണ് കീർത്തനം പാടുന്നത്, ഒരേ രാഗത്തിൽ ഒരേ താളത്തിൽ. ആ സമയം അടുത്ത മുറിയിൽ ജയനണ്ണൻ TV കണ്ടുകൊണ്ടിരിക്കും, ശബ്ദം തീരെ കുറച്ച്. അച്ഛനെയും അമ്മയെയും പോലെ മകളും ശാന്ത സ്വഭാവക്കാരി. പഴയ കാലത്തെ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടക്കവും ഒതുക്കവും ഉള്ളവൾ. രശ്മി സാമാന്യ സുന്ദരിയാണ്. എന്നിരുന്നാലും അവൾക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, വലിയ സൗന്ദര്യബോധം. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ രശ്മിയെ അറിയാവുന്ന അയലത്തുകാർ അവളുടെ ഈ വീക്ക്നെസ് കൂട്ടാനുള്ള പൊടിക്കൈകളും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. രശ്മിയുടെ കണ്ണട മോശമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുതിയ കണ്ണടയ്ക്കായി അവൾ ആവശ്യം ഉന്നയിക്കും. പാവം ജയനണ്ണൻ പുതിയൊരെണ്ണം വാങ്ങിക്കൊടുക്കും. മകൾ ഒന്നല്ലേ ഉള്ളൂ, പുന്നാര മകളല്ലേ, മകനും മകളുമായി ഒരു സന്തതിയല്ലേ ഉള്ളൂ. പുതിയ കണ്ണട മുഖത്തിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് അവൾ അയൽക്കാരോട് തിരക്കും, എങ്ങനുണ്ടിപ്പോൾ, ഞാൻ കൂടുതൽ സുന്ദരിയായോ? ചേർച്ചയുണ്ട്, സൗന്ദര്യം കൂടിയിട്ടുണ്ട്. അയലത്തെ കൊച്ചമ്മയും ആന്റിയും ഒക്കെ വെറുതെ അങ്ങ് മറുപടി നൽകും. രശ്മി പ്രസന്നവദനയാകും. നാണം കലർന്ന ചിരിയിൽ അവൾ ശാന്തമായി പറയും, താങ്ക്സ്. അയലത്തെ സാറ് പറയും, രശ്മിക്കിപ്പോൾ സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ട്. ആ കമന്റുകളൊക്കെ രശ്മിയുടെ മനസ്സ് നിറയ്ക്കും. മുഖത്ത് ചിരി വിടരുന്നത് കാണാം. സ്തുതിവാക്കിന് നന്ദി അറിയിച്ചുകൊണ്ട് അവൾ അപ്പോൾ പറയും, താങ്ക്സ്. എന്നിരുന്നാലും അവൾ വലിയ ഒതുക്കമുള്ളവളായിരുന്നു. എപ്പോഴും വീടിനകത്തു മാത്രം കഴിയുന്നവൾ. തുണി നനയ്ക്കാനും മുറ്റം തൂക്കാനും മാത്രം പുറത്തിറങ്ങുന്നവൾ. അയലത്തെ ആന്റിയോടും അമ്മച്ചിയോടും ടീച്ചറിനോടുമൊക്കെ വളരെ അത്യാവശ്യത്തിന് മാത്രം ആഴ്ചയിൽ ഒരിക്കൽ ചിരിച്ചു കാണിക്കുന്നവൾ. അയലത്തെ അങ്കിളിനോടും സാറിനോടും അപ്പച്ചനോടും ഒന്നും മിണ്ടാത്തവൾ, അവരെ നോക്കാത്തവൾ. ആണുങ്ങളെ നോക്കുന്നത് മോശമാണ് അല്ലെങ്കിൽ പാപമാണ് എന്ന ഭാവമാണ് അയലത്തുകാരെ കാണുമ്പോൾ പോലും രശ്മിയുടെ മുഖത്തെപ്പോഴും. പ്രായമുള്ളവരോടും കൊച്ചുകുട്ടികളോടും ഈ പെൺകുട്ടിക്ക് ഇതേ ഭാവം തന്നെ. പൂട്ടിയ മുറിക്കുള്ളിലിരുന്ന് ജനലിനടുത്ത് വന്ന് അയലത്തുകാരോട് സംസാരിക്കുമ്പോൾ അത് കാണുന്നവർക്ക് തോന്നും, കതക് തുറന്നാൽ തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകും എന്ന ഭയത്തിലാണ് ഈ പെൺകുട്ടിയെന്ന്. ആരോടെങ്കിലും സംസാരിച്ചാൽ ഉടൻ തന്നെ അവളുടെ അമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരുന്നത് കാണാം. എന്തിനാണ് ഈ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അമിത സംരക്ഷണം എന്ന് പലർക്കും ഉള്ളാലെ തോന്നിയിട്ടുണ്ട്. ആണുങ്ങൾ ആരെങ്കിലും മുറ്റത്തുകൂടി നടന്നു പോയാൽ അവൾ മുറിയിലാണെങ്കിലും ഉൾവലിയും. ഇത് കണ്ട് 70 കഴിഞ്ഞവർ പറയാറുണ്ട്, ഇത്രയും അച്ചടക്കമുള്ള ആണുങ്ങളെ മാനിക്കുന്ന ഒരു പെൺകുട്ടി ഈ തലമുറയിൽ ഉണ്ടായത് മഹാഭാഗ്യം. പകൽ വീട്ടിൽ ജയനണ്ണൻ ഇല്ലെങ്കിൽ അമ്മയും മകളും വീടിന്റെ കതകുകൾ ഒന്നും തുറക്കുകയില്ല. 1-2 ജനലുകൾ മാത്രം തുറന്നിട്ടിരിക്കും. സംസ്ഥാന സർവീസിൽ നിന്നും ജയനണ്ണൻ റിട്ടയർ ചെയ്തിട്ട് ഏറെ നാളായില്ല. ഇടയ്ക്കിടെ അണ്ണൻ പറയാറുണ്ട്,
രശ്മിയുടെ പഠിത്തമാണ് ഞങ്ങൾക്കിപ്പോൾ പ്രധാനം. അത് കഴിഞ്ഞൊരു ജോലി വാങ്ങണം. പിന്നെ ഒരു നല്ല കുടുംബത്തിൽ കെട്ടിച്ചു വിടണം. നല്ലവരായ ഈ മാതാപിതാക്കളുടെ ഏക ജീവിത ലക്ഷ്യമാണിത്. അതിൽ കൂടുതൽ അവർക്ക് ആഗ്രഹമൊന്നുമില്ല. വീടിന്റെ പ്രധാന വാതിലിന്റെ മുമ്പിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ആ സിറ്റ് ഔട്ടിന് പതിവിലും ശക്തമായ ഒരു ഗ്രില്ലുമുണ്ട്. ചില ദിവസങ്ങളിൽ ഗ്രിൽ കനത്ത് താഴിട്ട് പൂട്ടിയിരിക്കും, അകത്തെ കതകും പൂട്ടിയിരിക്കും. ഇതിനർത്ഥം വീട്ടിൽ ജയനണ്ണൻ ഇല്ല എന്നാണ്. ഗൃഹനാഥൻ എത്തിയാൽ മാത്രമേ താഴെ അവർ തുറന്നു മാറ്റൂ. ഇത് കണ്ട് അയലത്തുകാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര പേടിയാണോ? അതിന് അമ്മയും മകളും മറുപടി പറയാറില്ല. ഒരു ചിരിയിൽ അവരാ മറുപടി ഒതുക്കും. അയലത്തെ ആണുങ്ങൾ ജയനണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, പകൽ സമയം വീട് താഴിട്ട് പൂട്ടിക്കിടക്കുന്നത് ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപമാണ്. അമ്മയെയും മകളെയും ഞങ്ങൾ ദ്രോഹിക്കും എന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ താഴിട്ട് വീട് പൂട്ടണമോ? കളിയാക്കി രസത്തോടെ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് തികഞ്ഞ നിസ്സംഗതയോടെ ജയനണ്ണൻ പറയും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അകത്താളുള്ളപ്പോൾ താഴിട്ട് പൂട്ടരുതെന്ന്. അമ്മയും മകളും കേൾക്കണ്ടായോ? അവർക്ക് ഇരുളിനെ മാത്രമല്ല വെളിച്ചത്തെയും ഭയമാണ്. അയലത്തെ ആണുങ്ങൾ ആരെങ്കിലും ജയനണ്ണന്റെ വീട്ടിലെത്തിയാൽ രശ്മി അവളുടെ മുറിയുടെ വാതിലടയ്ക്കും. മാതാപിതാക്കൾ ഇല്ലാത്തപ്പോൾ അയലത്തുകാരോട് എന്തെങ്കിലും അത്യാവശ്യം പറയണമെങ്കിലും രശ്മി പൂട്ടിയ മുറിക്കുള്ളിൽ നിന്നേ പറയാറുള്ളൂ. പാവം രശ്മി. ഇങ്ങനെയും പാവം പെൺകുട്ടികളുണ്ടോ? പലരും ചിന്തിച്ചു. മനുഷ്യനെ ഇത്രയും ഭയപ്പെടുന്ന പെൺകുട്ടികൾ ഇക്കാലത്തുണ്ടോ? ബിടെക്കിന് പഠിക്കുന്നവളല്ലേ അവൾ? നഴ്സറി കുട്ടിയുടെ നാണമല്ലേ അവൾക്ക്? ഇവൾ ഉദ്യോഗസ്ഥയായാൽ സഹപ്രവർത്തകരായ സമപ്രായക്കാരായ ആണുങ്ങളോട് എങ്ങനെ ഇടപെടും? അതും പ്രത്യേകിച്ച് IT ഫീൽഡിൽ. അയലത്തെ റിട്ടയർഡ് അധ്യാപകൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനും ചിരിയായിരുന്നു മകളും അമ്മയും അച്ഛനും മറുപടിയായി നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ജയനണ്ണൻ മകളെ പറ്റിയുള്ള തന്റെ സ്വപ്നങ്ങൾ അയലത്തുകാരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും മകളെ പഠിപ്പിക്കണം, പിന്നെ ജോലിയാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചു വിടണം. ഞങ്ങൾ എനിക്ക് കിട്ടുന്ന ചെറിയ പെൻഷൻ കൊണ്ട് എങ്ങനെയും കഴിഞ്ഞുകൊള്ളാം. രശ്മി പഠിക്കാൻ മിടുക്കിയായിരുന്നു. പഠിത്തമായിരുന്നു അവളുടെ ഏക ലക്ഷ്യവും. എപ്പോഴും വീട് പൂട്ടിയിട്ട് അതിനുള്ളിൽ കഴിയുന്നതിനാൽ രശ്മിയെ അയലത്തെ കൂട്ടുകാർ മാളത്തിനുള്ളിലെ എലിക്കുഞ്ഞ് എന്ന് സ്നേഹത്തോടെ വിളിച്ചു. പെൺകുട്ടികളായാൽ അങ്ങനെ ഒതുക്കം വേണം. അയലത്തെ അമ്മച്ചിമാർ രശ്മിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ എലിക്കുഞ്ഞ് നടക്കുന്നത് പൂച്ചയെ പോലെയാണ്. ഒരു കരിയില പോലും അനങ്ങുകയില്ല. ഇത് കണ്ട് അമ്മച്ചിമാർ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് യഥാർത്ഥ അച്ചടക്കമുള്ള പെൺകുട്ടിയുടെ നടത്തം. വേഗത്തിൽ നടക്കാത്ത, ഓടാത്ത, ചാടാത്ത ഈ ബിടെക് വിദ്യാർത്ഥിനി ശബ്ദമുയർത്തി ചിരിച്ചിട്ടില്ല, ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അയലത്തുകാരോടും അങ്ങനെ അടുപ്പം കാണിക്കാറുമില്ല. ചെറുപ്പക്കാരായ അയലത്തെ ആൺകുട്ടികളെ ഒന്ന് നോക്കുക പോലുമില്ല. കണ്ട പരിചയം പോലും ഭാവിക്കാറില്ല. അവൾ ഏകാന്തപഥികയാണെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ പറയുന്നവരുടെ കാവ്യഭാവനയാണെന്ന് അയലത്തെ അമ്മച്ചിമാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അയലത്തുകാരുടെ എല്ലാവരുടെയും നല്ല അഭിപ്രായം പിടിച്ചുപറ്റി രശ്മി പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. ശാന്തമായ ജീവിതവും. പഠനം പൂർത്തീകരിക്കാൻ ഇനി മാസങ്ങൾ മാത്രം. ഈ എലിക്കുഞ്ഞ് ഉന്നത വിജയം നേടുമെന്ന് വീട്ടുകാർക്ക് മാത്രമല്ല അയലത്തുകാർക്കും ഉറപ്പുണ്ടായിരുന്നു. അവളുടെ കഴിഞ്ഞ സെമസ്റ്ററുകളിലെ എല്ലാം റിസൾട്ട് അപ്രകാരമായിരുന്നു. അടുത്ത വീട്ടുകാരൻ ജയനണ്ണനോട് പറഞ്ഞു, ഈ അണ്ണന്റെ ബുദ്ധിമുട്ടെല്ലാം തീരാൻ പോവുകയാണ്. രശ്മിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയല്ലോ. മൾട്ടിനാഷണൽ കമ്പനിയിലാണല്ലോ. മാസം തോറും ഏറ്റവും കുറഞ്ഞത് 1,00,000 വീട്ടിലെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് കൂട്ടിച്ചേർത്തു, തുക ബാങ്കിൽ ഇടരുത്, വീട്ടിൽ അടുക്കി വെക്കണം. റിട്ടയർ ചെയ്തിരിക്കുന്നതിനാൽ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇടയ്ക്കിടെ പെട്ടിയിൽ നിന്നെടുത്ത് എണ്ണിക്കൊണ്ടിരിക്കാം. അങ്ങനെ സമയം കളയാം. അയലത്തുകാരന്റെ സ്നേഹത്തോടെയുള്ള ആ ആശംസ പതിവ് ശാന്തതയോടെ ജയനണ്ണൻ സ്വീകരിച്ചു. ഒരു ചിരി മാത്രമായിരുന്നു പ്രതികരണം. ഹൃദയം നിറഞ്ഞ ചിരി. ആഴ്ചകൾ കടന്നുപോയി. ഒരു നാൾ അത് സംഭവിച്ചു. ആ സംഭവം ജയനണ്ണനെ ബോധരഹിതനാക്കി. ബോധം തെളിഞ്ഞപ്പോൾ നേഴ്സുമാർ ജയനണ്ണനെ റൂമിലേക്ക് കൊണ്ടുവന്നു. മുറിയിൽ അയൽക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. നിറകണ്ണുകളോടെ ആ പിതാവ് അവരോട് പറഞ്ഞു, അവൾ ഇത് ഞങ്ങളോട് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അയലത്തുകാർക്കും ആ സംഭവം ഒരു ഷോക്കായിരുന്നു. ജയനണ്ണനെയും ലത ചേച്ചിയെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. കോളേജ് യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരനോടൊപ്പം അവൾ പോയി എന്ന വാർത്ത അറിഞ്ഞ ജയനണ്ണൻ ബോധം കെട്ട് വീണതിനെ തുടർന്നാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്.
അവൾ എവിടാണെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു, രശ്മിയുടെ മാതാവും വിലപിച്ചു. ഏതോ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് നിന്നും വന്ന് കേരളത്തിൽ ബിസിനസ് നടത്തി വന്നിരുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ കൂടെയാണ് രശ്മി ഒളിച്ചോടിയതെന്ന് അയലത്തുകാർ എങ്ങനെയോ അറിഞ്ഞു. അയാളുടെ ജാതിയും മതവും നാളും നക്ഷത്രവും പേരും നാടും ഒന്നും അവർക്ക് ആർക്കും അറിയില്ല. നേരത്തെ വിവാഹിതനാണോ എന്നും അറിയില്ല. കാലം ഇതല്ലേ, ആദ്യ ഭാര്യയെ കൊല ചെയ്തവനാണോ എന്നും അറിയില്ല. പെൺപിള്ളേരെ വശീകരിച്ച് കടത്തിക്കൊണ്ടുപോകുന്ന ബിസിനസ്സാണോ അവന് എന്നും അറിയില്ല. ചുരുക്കത്തിലൊന്നും അറിയില്ല. രശ്മിയുടെ ചില കൂട്ടുകാരാണ് അയാളുമായുള്ള അവളുടെ പ്രേമബന്ധത്തിന്റെ സൂചന നൽകിയത്. കോളേജിലെത്തിയ വർഷം പരിചയപ്പെട്ടതാണ്. 4 വർഷം കൊണ്ട് ആ പ്രണയം ദിനംപ്രതി വളർന്നുകൊണ്ടേയിരുന്നു അത്രേ. എന്നാലും അവൾക്ക് പരീക്ഷ പൂർത്തീകരിക്കാമായിരുന്നു. വിദ്യാസമ്പന്നയെങ്കിലും വിവേകമില്ലാത്ത പരിപാടിയായിപ്പോയി. ജയനണ്ണന്റെ കിടക്കയ്ക്കരികിൽ നിന്ന റിട്ടയർഡ് അധ്യാപകൻ രോഷത്തോടെ പ്രതികരിച്ചു. മാളത്തിനുള്ളിലെ എലിക്കുഞ്ഞ് ആരും അറിയാതെ പൂച്ച പാല് കുടിക്കുന്നത് പോലെ മെല്ലെ മണ്ണ് മാന്തി മാന്തി മാളം തുരന്ന് മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല. രശ്മി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചിമാരിൽ ഒരാൾ അമർഷത്തോടെ പറഞ്ഞു. അയലത്തെ മറ്റമ്മച്ചിമാർ അക്കാര്യത്തിലും ഒന്നായിരുന്നു. ഭാഗം 2. കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചതെന്ന് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും തുടക്കത്തിൽ തന്നെ തോന്നിയിരിക്കാം. ഇത്രയേറെ സുരക്ഷാബോധത്തോടെ വളർത്തിക്കൊണ്ടുവന്ന കൂട്ടിലടയ്ക്കപ്പെട്ട ഈ കിളി, ഈ മിണ്ടാപ്പൂച്ച രഹസ്യമായി പ്രേമിക്കുകയും അവസാനം ഒളിച്ചോടുകയും ചെയ്യുക കഥകളിൽ പതിവാണല്ലോ. ജയനണ്ണനെ ബോധരഹിതനാക്കിയ സംഭവം മകളുടെ ഒളിച്ചോട്ടമാകാം എന്നാണല്ലോ നാം ചിന്തിക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഇതൊന്നുമല്ല. രശ്മിയുടെ ഭാവി ദുരന്തപൂർണമായിരുന്നു. എന്താണ് നടന്നതെന്ന് നോക്കാം. ബന്ധുക്കളെല്ലാം കൂടിയാലോചിച്ച് മാതാപിതാക്കൾ രശ്മിയുടെ വിവാഹം സുമുഖനായ വിദ്യാസമ്പന്നനായ മോഹനുമായി നടത്തി. മോഹൻ മറ്റൊരു സംസ്ഥാനത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നല്ല തസ്തികയിൽ. കല്യാണാലോചന കൊണ്ടുവന്ന ബ്രോക്കറിന് കമ്മീഷൻ കൂടാതെ 1000 രൂപ അധികവും നൽകി. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യനെ കൊണ്ടുതന്നതിൽ ബ്രോക്കറിനോടുള്ള പ്രത്യേക നന്ദിയായിരുന്നു ആ തുകയിൽ. മാസങ്ങൾ കടന്നുപോയി. രശ്മിയുടെ പഠനം തുടരാനും അയാൾ അനുവദിച്ചു. മോഹന് നാട്ടിൽ മറ്റൊരു കമ്പനിയിൽ അല്പം കൂടി ഉയർന്ന തസ്തികയിൽ ജോലിയുമായി. ഒരു നാൾ ഉച്ചയ്ക്ക് ദൂരെ നിന്ന് കുറെ ആൾക്കാർ രശ്മിയുടെ ഭർത്താവിന്റെ വീട്ടിലെത്തി. അവൾ പരീക്ഷയെല്ലാം ഭംഗിയായി എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന സമയം. മോഹന്റെ അന്യസംസ്ഥാന ജീവിതത്തിനിടയിൽ മോഹൻ രഹസ്യമായി വിവാഹം കഴിച്ച സ്ത്രീയും 2 കുട്ടികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മാസങ്ങളായി തന്റെ ഭർത്താവിനെ കാണാതായതിനെ തുടർന്നാണ് അവർ ബന്ധുക്കളോടൊപ്പം ഭർത്താവിന്റെ വീട് അന്വേഷിച്ചെത്തിയത്. ആദ്യ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനെ തിരികെ വേണം, മക്കൾക്ക് അച്ഛനെയും. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ലായിരുന്നു. നിയമവും അവർക്ക് കൂട്ടുണ്ട്. അതായിരുന്നു രശ്മിയുടെ പരീക്ഷാഫലം. രശ്മിയുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ രംഗപ്രവേശമാണ് ജയനണ്ണനെ ബോധരഹിതനാക്കിയത്. ഭാഗം 3. മോഹനെ ആദ്യ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ രശ്മി തീരുമാനിച്ചു. അവൾ നല്ലവളായിരുന്നു. അയാൾ സ്നേഹമുള്ള ഒരു ഭർത്താവാണെന്നും 6 മാസത്തിനുള്ളിലെ ജീവിതത്തിനിടയിൽ അവൾ അറിഞ്ഞു. പിതാവിന്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ രശ്മി 2 കുട്ടികളെ അനാഥരാക്കുന്നതിന് താൻ ഇടയാകരുതെന്ന് ആഗ്രഹിച്ചു. മരങ്ങൾ ഇല പൊഴിച്ചും പൂത്തുലഞ്ഞ് ഫലങ്ങൾ നൽകിയും ഋതുക്കൾ കടന്നുപോയി. കാലങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ജയിച്ചവർ തോറ്റും തോറ്റവർ പിന്നീട് ജയിച്ചും മന്ത്രിസഭകൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. പാവം ജനത അഹങ്കാരികളായ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ചകൾ തുടർന്നുകൊണ്ടുമിരുന്നു. അഴിമതി കൂടിക്കൊണ്ടിരുന്നു. അത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളുടെ എണ്ണവും കൂടി വന്നു. അവർ മത്സരിച്ച് അവ പുറത്തെത്തിച്ചുകൊണ്ടുമിരുന്നു. അങ്ങനെ അഴിമതിക്കാരെ പിടികൂടുന്നതും വർദ്ധിച്ചു വന്നു. പുതിയ നല്ല നിയമങ്ങൾ പാസാക്കി രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുമിരുന്നു. സംഭവബഹുലമായ വർഷങ്ങൾ കടന്നുപോയി. വയസ്സായ മാതാപിതാക്കളെ നോക്കി രശ്മി നഗരത്തിലെ ഒരു ഫ്ലാറ്റിൽ കഴിയുന്നു, അവിവാഹിതയായി തന്നെ. രശ്മിയുടെ മുടിയിഴകളിൽ നര ബാധിച്ചു തുടങ്ങി. കൈപ്പേറിയ അനുഭവങ്ങളുടെയും സമർപ്പണ മനോഭാവത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ദൃഷ്ടാന്തമായ രശ്മിയുടെ ശിരസിൽ കടന്നുപോകുന്ന കാലത്തിന്റെ ഓർമ്മകളുമായി കറുത്ത മുടിയിഴകൾ വെൺമേഘവർണ്ണം അണിഞ്ഞുകൊണ്ടിരുന്നു. നന്ദി.